ഗതിവിധി 1 ആക്ടിവിറ്റി 1 സൂചന ഖണ്ഡ് പഠേ ഓർ ഉത്തർ ലിഖെ അതായത് താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ അടിയത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കാം. എക് ഗോസ്ലെ മേ എക് പ്യാരി സി ചിടിയ അപ്പിനെ ബച്ചോ കെ സാത്ത് രഹാ കർത്തി തി. അതായത് ഒരു കൂട്ടിൽ ഒരു അമ്മ കിളിയും അതിൻ്റെ മക്കളും താമസിച്ചിരുന്നു. വോ സബ് സാത്ത് മേ ഹമേഷാ ഹി ഖുഷ് രഹത്തെ തെ. അതായത് അവർ ഒപ്പരം എപ്പോഴും സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത്. മമ്മി ചിടിയ അപ്പിനെ ബച്ചേക്കോ കാന പാനി കോച്ചിന സിക്കാത്തി ഹെ. അതായത് മമ്മി ചിടിയ അമ്മക്കിളി അവരുടെ മക്കളെ എങ്ങനെയാണ് ഭക്ഷണവും പാനി വെള്ളവും എങ്ങനെയാണ് തിരയേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. മമ്മി ചിടിയ അപ്പിനെ സാരെ ബച്ചോങ്കോ ഉഡ്നേക്ക പ്രശിക്ഷണം ദേത്തി ഹെ. അതായത് അമ്മക്കിളി അവരുടെ എല്ലാ മക്കളെയും എങ്ങനെയാണ് പറക്കേണ്ടതെന്നുള്ള പ്രശിക്ഷണം എന്ന് പറഞ്ഞാൽ പരിശീലനം നൽകിയിരുന്നു. വക റോസ് ഉനെ ഉഡ്ന സിക്കാത്തി ഹെ. അതായത് എന്നും അവരെ പറക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ധീരെ ധീരെ ഉൻകെ തീനോ ബച്ചെ സീഖ് ജാത്തെ ഹെ. അതായത് മെല്ലെ മെല്ലെ ധീരെ ധീരെ മെല്ലെ മെല്ലെ അവരുടെ എല്ലാ തീനോ ബച്ചോ 3 മക്കളും പറക്കാൻ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പാരഗ്രാഫിൻ്റെ അടിയിൽ കൊടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ദോസ്ലോമെ കോൻ അപ്പിനെ ബച്ചേക്കെ സാത്ത് രഹ കർത്തി തി. അതായത് കൂട്ടിൽ ആരാണ് അവരുടെ കുട്ടികളുമായി താമസിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ 1 എന്താ? ചിടിയ. ചിടിയ പറഞ്ഞാൽ പക്ഷി. ഗിൽഹരി പറഞ്ഞാൽ എന്താ? അണ്ണാൻ. ബന്ദർ പറഞ്ഞാൽ കുരങ്ങൻ. പിന്നെന്താ? കാച്ചുവ. കാച്ചുവ പറഞ്ഞാൽ എന്താ? ആമ. അപ്പോൾ ആരാണ് അവരുടെ മക്കളുമായിട്ട് കൂട്ടിൽ താമസിച്ചത്? ഗിൽഹരി അല്ലേ? പക്ഷിയല്ലേ വരിക? ഓക്കെ, പക്ഷിയാണ് ഫസ്റ്റത്തെ ഇതാണ് ശരിയുത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബച്ചോക്കെ ഉഡ്നേക്ക പ്രശിക്ഷൺ കോൺ ദേത്തി ഹെ. അതായത് കുട്ടികളെ പറക്കാനുള്ള പരിശീലനം ആരാണ് നൽകിയതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ എന്താ? ഗിൽഹരി. ഗിൽഹരി പറഞ്ഞാൽ അണ്ണാൻ. മമ്മിച്ചിടിയ പറഞ്ഞാൽ എന്താ? അമ്മക്കിളി. തോത്ത പറഞ്ഞാൽ തത്ത. മോറ് പറഞ്ഞാൽ മയിൽ. അപ്പോൾ ആരാണ് പരിശീലനം കൊടുത്തത്? മമ്മിച്ചിടിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ 2 ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിടിയ അപ്പിനെ ബച്ചോ കെ സാത്ത് കഹാ രഹത്തി തി. അതായത് പക്ഷി അവരുടെ കുട്ടികളുമായിട്ട് എവിടെയാണ് നിന്നിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നത്? ഇവിടെ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ? ഗർമെ വീട്ടിൽ. ഗോസ്ലേമെ കൂട്ടിൽ. പിന്നെന്താ? പത്തർമെ. പത്തർ പറഞ്ഞാൽ എന്താ? കല്ല്. കല്ലുമൽ. പിന്നെന്താ? താലാബ്മെ കുളത്തിൽ. അപ്പോൾ ഇതിലേത് ഓപ്ഷനാണ് ശരി? ഗോസ്ലേമെ. ഇസ് ഗദ്യാൻഷ് ക ഉചിത് ശീർഷക് ലിഖിയ. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിൽ അതിന് ഒരു നല്ലൊരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് ഹെഡിങ്ങാണ് വരിക? മമ്മി ചെടിയെ പറ്റൂലേ? കാരണം ഇതിൽ മുഴുവനും മമ്മി ചെടി ചെയ്യുന്ന റോളിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് നമുക്ക് മമ്മി ചെടി കൊടുക്കാം. വേറെയും കുറേ ഹെഡിങ്ങൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. തൽക്കാലത്തിൽ നമുക്കിപ്പോൾ ഒരു മമ്മി ചെടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാനിക്ക് സമാനാർത്ഥക് ശബ്ദ ലിഖിയ. അതായത് പാനിയുടെ വേറൊരു വേർഡ് എഴുതാനാണ് പറഞ്ഞത്. ഇതിൽ ഓപ്ഷൻസ് നോക്കാം. എന്താ? വായു, ജൽ. വായു പറഞ്ഞാൽ എന്താ? വായു തന്നെ. ജെല്ല് പറഞ്ഞാൽ ജലം തന്നെ. എന്താ? നദി. നദി പറഞ്ഞാൽ നദി തന്നെ. പിന്നെന്താ? മേഘ പറഞ്ഞാൽ മേഘം. ഓക്കെ, ഇതിലേതാ വരിക? നേരത്തെ മിസ് പറഞ്ഞില്ലേ? ജൽ. ശരി ഉത്തരമാണ്. ജെല്ലാണ് വരിക. പാനീൻ്റെ വേറൊരു വേർഡാണ് ജൽ. ഓക്കെ, ഇനി നമുക്ക് ഗതിവിധി 2 ആക്ടിവിറ്റി 2 നോക്കാം. അതിൽ സൂചന കവിതാൻഷ് പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖിയ. അതായത് ഈ താഴെ തന്നിട്ടുള്ള കവിത വായിച്ചിട്ട് അടിയിലത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഈ കവിത എന്താണെന്ന് വായിച്ചു നോക്കാം. റിംജിം റിംജിം വർഷ ആയെ. റിംജിം റിംജിം പറഞ്ഞാൽ എന്താ? അങ്ങനെ ചാറ്റിങ്ങനെ തുള്ളി തുള്ളി മഴ അങ്ങനെ തുള്ളി തുള്ളി പെയ്യുന്നതിനാണ് റിംജിം റിംജിം എന്നാണ് കൊടുത്തത്. അങ്ങനെ മഴ പെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ എന്താ? ദർദിക്ക് സബ് പ്യാസ് ബുജായി. അതായത് ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ശ്യാം കട്ടായം ഗുമഡ് രഹീഹെ. അതായത് എന്താണ്? ഇരുണ്ട മേഘങ്ങൾ കറങ്ങുന്നു. അതായത് നമ്മൾ മഴ പെയ്യുമ്പോൾ കാണില്ലേ കാർമേഘം വരില്ലേ? അതിനാണ് ഇവിടെ ശ്യാം കട്ടായം ഗുമഡ് രഹീഹെ എന്ന് പറഞ്ഞത്. പിന്നെന്താ? നദി നാലിയ ഉമഡ് രഹീഹെ. അതായത് നദികളൊക്കെ എന്താണ്? കുതിച്ചുയരുന്നു. എന്താ പറയുക? നദികളൊക്കെ അങ്ങനെ നമ്മൾ കാണില്ല മഴയൊക്കെ വരുമ്പോൾ നദികളൊക്കെ പിന്നെ പൊന്തി വരുമല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? കേസെ വർഷ ആയി. അതായത് എങ്ങനെയാണ് മഴ പെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഉമടുക്കർ പറഞ്ഞാൽ കവിഞ്ഞൊഴുകിക്കൊണ്ടാണോ? പിന്നെന്താ? ഗുമടുക്കർ പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിഞ്ഞുകൊണ്ടാണോ? പിന്നെ റിംജിം റിംജിം അങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് പെയ്തിട്ടാണോ? പിന്നെ ഡർ പറഞ്ഞാൽ പേടിച്ചു കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? റിംജിം റിംജിം അല്ല വരിക. കാരണം എന്താ? ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടല്ലോ. എന്താ അതിൽ വന്നിക്കണ്. അഥവാ നമുക്ക് ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്താ പറയുക 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ പാരഗ്രാഫോ പിന്നെ പദ്യമൊക്കെ തന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫിൽ ഈ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലുമൊക്കെ വേർഡ്സ് ആ പാരഗ്രാഫിൽ ഉണ്ടാവും, ആ ക്വസ്റ്റ്യനിലുള്ള. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സുഖമായിട്ട് എഴുതാൻ കഴിയും.
ഇവിടെ തന്നെ കണ്ടില്ലേ കേസ് വർഷമായി. അതിൻ്റെ കേസ് പോക്കിയാൽ വർഷമായി എന്നുള്ള വഴി തന്നെ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ രിംജിം വർഷമായി. അപ്പം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സുഖം കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ മൂന്നാമത്തെ ഓപ്ഷൻ ആട്ടോ ശരിയായിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൽ ജീവൻ ക ആധാർ ഹെ, അതായത് ജലം പറയുന്ന ജീവൻ്റെ തന്നെ അടിസ്ഥാന ഘടകമാണെന്നാണ് പറയുന്നത്. യഹ് സന്ദേശ് ദേത്തെ ഹുയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരെ, അതായത് ഈ സന്ദേശം ജൽ ജീവനക്ക് ആധാർ എന്ന് പറഞ്ഞ ഈ സംഭവം നോക്കിയിട്ട് നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതൊന്നുമില്ല, നല്ല സിമ്പിളാണ്. ഇവിടെ തന്നെ കൊടുത്തു കണ്ടില്ല ജൽ ജീവനക്ക് ആധാർ അത് തന്നെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പോസ്റ്ററിലാക്കി വലുതാക്കി എഴുതിയിട്ട് അതിൽ കുറച്ച് കളറൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ കുറച്ച് പിക്കൊക്കെ വെച്ച് പിക്ചറൊക്കെ എഴുതിയിട്ട് നമുക്ക് അങ്ങനെ പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഫുൾ മാർക്ക് കിട്ടും ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഗതിവിധി 3 അതായത് ആക്ടിവിറ്റി 3 നോക്കാം. സൂചന ഖണ്ഡ് പടെ ഓർ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്, അതായത് ഈ താഴെ തന്നിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദോ സന്ദ്രത്തെ, അതായത് 2 നാരങ്ങ ഉണ്ടായിരുന്നു എന്ന്. ഏക് ദിൻ വേ ഘൂംനെ നിക്ലെ, അതായത് ഒരു ദിവസം അവരെന്ത് ചെയ്ത് എന്താണ് നടക്കാൻ വേണ്ടി ഇറങ്ങിയെന്നാണ് പറയുന്നത്. അച്ചാനക് ഏക് ബാലു സാമനെ ആകയ, അച്ചാനക് പെട്ടെന്ന് ഏക് ബാലു ഒരു കരട് എന്താ അവരുടെ മുന്നിൽ വന്നു. സന്ദ്രോക്കോ ദേക്ക് ഉസ്കി മൂമെ പാനി ആകയ, നാരങ്ങനെ കണ്ടിട്ട് ഈ കരടിൻ്റെ വായിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ഉസ്നെ ഏക് സത്ര ഉട്ടായ, അതായത് ബാലു എന്ത് ചെയ്ത് കരടി ഒരു നാരങ്ങ എടുത്തു. സത്രേക്കോ ജോർസെ പക്കർക്കർ വഹ് കാനേകി വാലാത്ത ഏകി സത്രേക്ക രസ് ഉസ്കി മൂമെ ചലാകയ, അതായത് എന്താ നാരങ്ങനെ കണ്ടപ്പോൾ അതിനെ മുറുക്കിക്കൊണ്ടായി തിന്നാൻ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ നാരങ്ങനെ മുറുക്കി പിടിച്ചപ്പോൾ എന്ത് ചെയ്ത് നാരങ്ങൻ്റെ ആ തോടുമുണ്ടാവുന്ന വെള്ളമല്ലേ നമുക്ക് പറയില്ല, നാരങ്ങ തോടുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവും, അങ്ങനെ മുറുക്കി പിടിച്ചാൽ അതിനിങ്ങനെ തെറിക്കേണ്ട ഒരു വെള്ളം, അതെന്ത് ചെയ്ത് അതിനാണ് ഇവിടെ എന്താ പറയുക രസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് എന്ത് ചെയ്ത് ബാലുവിൻ്റെ കണ്ണിക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ അടിയത്തെ എന്താ പറയുക ക്വസ്റ്റ്യൻസിന് ആൻസർ നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ, സത്രേക്കെ സാമനെ കോൻ ആകയ, അതായത് നാരങ്ങൻ്റെ മുമ്പിൽ ആരാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തേക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, ബാലു ഉണ്ട്. ബാലു പറഞ്ഞാൽ കരട്. ബന്ദർ പറഞ്ഞാൽ എന്താ, കുരങ്ങനെ. പിന്നെന്താ, ഖർഗോഷ് പറഞ്ഞാൽ മുയൽ. കാച്ചുവ പറഞ്ഞാൽ ആമ. ഇവിടെ ആരേക്കര വന്നത്, ബാലു അല്ലേ, ബാലു വന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, താലികാക്കി സഹായതാസെ വാർത്താലാപ്ക്ക് പൂർത്തിക്കര, അതായത് ഈ അടിയിൽ കൊടുത്ത് ഈ എന്താ പറയുക പെട്ടിക്കോളത്തിൻ്റെ സഹായത്തോടെ ഈ വാർത്താലാപ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ വാർത്താലാപ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം, അതിൽ എന്തൊക്കെ ഉള്ളതെന്ന്. ദേക്കോ ഏക്ക് ബാലു, നോക്കൂ എന്താ പറയുക ഒരു കരടിന്ന്. വാ കിത്തിന സുന്ദർ സത്രേ, അതായത് വാ എന്തൊരു ഭംഗിയുള്ള നാരങ്ങ. ദോടോ എന്താ പറയുക മണ്ടിക്കോ എന്നാണ് പറയണത്. മുജെ ചോടോ എന്നെ വിടൂ എന്ന്. കഹ എവിടെ, തുമേ ചോടുങ്ക നിന്നെ ഞാൻ വിടുകയില്ല. വഹ് കിസ്കെ ലിയെ ആയാ ഹോക, അത് ആർക്ക് വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക എന്ന്. ഓക്കെ, നമുക്കിതിന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താൽ. അപ്പോൾ ഒന്നാമത്തെ എന്താ, ചന്ദ്ര 1 ചന്ദ്ര 1 എന്തൊക്കെ പറയാം ഇതിൽ ഫസ്റ്റ് തന്നെ അല്ലേ, ഫസ്റ്റത്തെ എന്താ ദേക്കോ ഏക്ക് ബാലു, അതന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ആൻസർ. രണ്ടാമത്തെ എന്താ, ചന്ദ്ര 2ൻ്റെ ഏതാ വരിക, കഹ എന്നുള്ള എന്താ പറയുക 5ാമത്തെ ലൈനിലുണ്ട്, അതാണ് വരിക. ഓക്കെ, ഇനി ചന്ദ്ര 1 ഏതാ വരിക, ലാസ്റ്റിൽ കണ്ടോ, വഹ് കിസ്കെ ലിയെ ആയാ ഹോക, അത് ആർക്ക് വേണ്ടിയായിരിക്കും വന്നിരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് വരിക. ഓക്കെ, ഇനി നാലാമത്തെ ആര് പറയണത്, ബാലു തന്നെ അല്ലേ. ബാലു പറഞ്ഞാൽ കരടി എന്താ ഫസ്റ്റ് പറയണത്. ഓക്കെ, രണ്ടാമത്തെ വരില്ലേ, വാ കിത്തിന സുന്ദർ സന്ദ്രേ, അതാണ് ബാലു പറയാം, അതായത് വാ എന്തൊരു ഭംഗിയുള്ള നാരങ്ങ എന്നാണ് പറയാം. ഓക്കെ, പിന്നെ ആര് ചോദിക്കുന്നത്, ചന്ദ്ര 2 എന്താ പറയണത്, തൂക്കോ മണ്ടിക്കോ എന്ന് പറയും. കാരണം നമ്മൾ കരടിയിൽ വരുന്നത്, അപ്പോൾ കരടി മണ്ടണമല്ലോ, അല്ല പിടിച്ച് തിന്നൂലേ, മണ്ടിക്കോ എന്ന് പറയും. ഓക്കെ, ബാലു അപ്പം എന്താ പറയുക, തുമേ ചോടുങ്ക നെയ്യ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. അപ്പോൾ ചന്ദ്ര 1 എന്താ പറയുക, മുജെ ചോടോ എന്നുള്ളത് കണ്ടോ 4ാമത്തെ ലൈനിൽ കണ്ടില്ല, അതാട്ടോ മുജെ ചോടോ എന്നുള്ളതിൻ്റെ മുജെ ചോടോ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ ഇത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഗതിവിധി 4 അതായത് ആക്ടിവിറ്റി 4 സൂചന കവിതാംശ് പടെ ഒരു പ്രശ്നമൊക്കെ ഉത്തരലിക്ക്, അതായത് ഈ താഴെ തന്നിട്ടുള്ള കവിത വായിച്ചിട്ട് അതിൻ്റെ അടിയത്തെ എന്താ പറയുക ക്വസ്റ്റ്യൻസ്, പ്രശ്നം എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടോ, അതിൻ്റെ ആൻസർ ചെയ്യാനാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എന്താ പറയുക, ഹവാ ധൂൽ ചേടിക്കെ ഭാഗി, അതായത് വായു പൊടിയെ കളിയാക്കി ഓടിപ്പോയി എന്നാണ് പറയണത്. ഓക്കെ, സോത്തി ധൂൽ അച്ചാനക് ജാഗി, അതായത് ഉറങ്ങിക്കിടന്ന പൊടി പെട്ടെന്ന് ഉണർന്നു. ഉടി ഹവാക്കെ പീച്ചെ എന്നിട്ട് പൊടി കാറ്റിനെ പിന്തുടർന്നു.
ഹവ ഹോ ഗയി ധൂൽ കെ നീച്ചെ, അതായത് കാറ്റ് പൊടിയായി പൊടീൻ്റെ താഴായിട്ട് മാറി, അതായത് പൊടിയിൽ അലിഞ്ഞു ചേർന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ധൂൽ കോജ്തി ആഖേ മീച്ചെ, പൊടി തേടുന്ന കണ്ണുകൾ അടിച്ചുകൊണ്ട് എന്നാണ് ഇതിനർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ. ദായേ ബായേ ആഖേ പീച്ചെ, അതായത് ഇടത്തും വലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഹവ ചൽ രഹി സാസേ കീച്ചെ, അതായത് ഹവ ചൽ രഹി സാസേ കീച്ചെ എന്നാൽ വീശുന്ന കാറ്റ് ശ്വസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. നീച്ചെ നീച്ചെ ധൂൽ കെ നീച്ചെ, അതായത് നീച്ചെ നീച്ചാണ് അടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ പറയുക, ധൂൽ കെ നീച്ച പറയുമ്പോൾ പൊടിയുടെ അടിയിൽ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിമ്നലിഖിത് ആശയ് വാലി പങ്ക്തിയ കവിതാസെ ചുൻകർ ലിഖെ, അതായത് താഴെ കൊടുത്ത ആശയമുള്ള വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് താഴെ എന്ത് കവിതയാണ് കൊടുത്തത് നമുക്ക് നോക്കാം. ധൂൽ ആഖെ ബന്ദ് കർ കോജ്തി തി, ഹവ ധൂൽ കെ നീച്ചെ ചൽ രഹി തി, അതാണ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം എന്താ വരിക? പൊടി കണ്ണടച്ച് തിരഞ്ഞുകൊണ്ടിരുന്നത്. പൊടി ആരെ തന്നെ? കാറ്റിനെ തിരഞ്ഞല്ലോ ഇവിടെ പറയുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താ മറ്റേതിൻ്റെ അർത്ഥം എന്താ? പൊടിക്കു താഴെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു, അതായത് പൊടിക്കു താഴെ എന്താ കാറ്റ് വീശുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതായിട്ട് സാമ്യമുള്ള വരി എടുത്ത് ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഏതാ വെച്ചാൽ ഇതിൻ്റെ നാലാമത്തെ ലൈനും അഞ്ചാമത്തെ ലൈനും കേട്ടോ. ഞാൻ മിസ് ടിക്കറ്റ് ഇടാൻ അതായിട്ട് വരിക. ഓക്കെ. ഉചിത് ജോഡ ചുങ്കറിലേക്ക്, അതായത് ഇതിൽ എന്താ പറയുക, പൂരിപ്പിക്കാനുള്ള സ്ഥലമല്ല, അവിടെയുള്ള ഉചിതമായിട്ടുള്ളത് താഴത്ത് നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത്? ഹവ ധൂൽക്കോ, അതായത് കാറ്റ് എന്താ പറയുക പൊടിയെ, അങ്ങനെയാണ് ഇത്ര ഇവിടെ അർത്ഥം വരുന്നുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് അതുകൊണ്ടാണ് അർത്ഥം വരിക. ഹവ ധൂൽക്കെ, ഹവ ധൂൽക്കെ പറഞ്ഞാൽ കാറ്റ് എന്താ പറയുക, എന്താ പറയുക പൊടിയിലേക്ക്, കാറ്റ് പൊടിയിലേക്ക് എന്നാണ് കേട്ടോ. പൊടിയിലേക്ക്. പിന്നെന്താ സോത്തി ധൂൽ, അതായത് ഉറങ്ങിയ പൊടി. പിന്നെന്താ ഉടി ഹവ പറഞ്ഞാൽ പറന്ന കാറ്റിൻ്റെ, ഉടി ഹവ പറന്ന കാറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹവ ധൂൽക്കോ, അതിൻ്റെ ആൻസർ ആയിട്ട് എന്താ വരിക? മൂന്നാമത്തെ കണ്ടോ, ചോടിക്കെ ഭാഗി എന്നുള്ള, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതായത് വിട്ടുപോയി, ചോടിക്കെ ഭാഗി പറഞ്ഞാൽ വിട്ടുപോയി, അതായത് കാറ്റ് എന്താ പറയുക പൊടിയെ വിട്ടിട്ട് അവിടുന്ന് പൊടിനെ ഇതാക്കിയിട്ട് പോകുന്നുണ്ടല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താ സോത്തി ധൂൽ, ഉറങ്ങിയ പൊടി എന്തായി എന്നാണ് ഇവിടെ പറയുന്നത്? അച്ചാനക് ജാഗി ഫസ്റ്റത്തെ അച്ചാനക് ജാഗി, അതായത് പെട്ടെന്ന് ഉണർന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താ ഉടി ഹവ, പറന്ന കാറ്റ് എന്താ? പറന്ന കാറ്റ് പീച്ച, പറന്ന കാറ്റിൻ്റെ പീച്ച പിന്നാലെ, അതായത് എന്താ പറയുക, പറന്ന കാറ്റിൻ്റെ പിന്നാലെ ആരോ പോകുന്നുണ്ടല്ലോ ഇവിടെ, ധൂളി പോയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഗതിവിധി 5, അതായത് ആക്ടിവിറ്റി 5. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? താലികാക്കി സഹായതാസ്യ ഡയറിക്ക് പൂർത്തിക്കാര്, അതായത് ഈ അടി കൊടുത്ത ഈ താലി കണ്ടോ, അതിൻ്റെ സഹായത്തോടെ അതിൻ്റെ അടിയിൽ ഒരു ഡയറി കൊടുത്തിട്ട് അത് ഈ ഡയറി പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതെന്താണെന്നും ഈ പാരാഗ്രാഫിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആജ് ജൽ മുർഗിയൊക്കെ ചൂജെ മേരെ ഗർമെ ഗുസായി, അതായത് ഇന്ന് എൻ്റെ വീട്ടിൽ ജൽമുർഗിയ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പക്ഷികളാണ് പറയുന്നത്, ഈ കടൽ പക്ഷികളാണ് പറയുന്നത് കേട്ടോ. അത് എന്താ എൻ്റെ വീട്ടിൽ കയറി എന്നാണ് പറയുന്നത്. ബിലോഡേക്ക് ഡർക്കർ ചൂജെ ഗർക്കെ അന്തർ ഗുസായി, അതായത് പൂച്ചക്കുട്ടികളെ പേടിച്ചിട്ട് എന്ത് ചെയ്ത് ഈ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് കയറി എന്നാണ് പറയുന്നത്. ജൽ മുർഗിയ ഷോർ മച്ചാത്തി രഹിത്തി, അതായത് ജലപക്ഷികൾ, അതായത് കോഴി, മുർഗിയ എന്ന് പറഞ്ഞാൽ കോഴി നട്ടോ, വെള്ളത്തിലുണ്ടാവുന്ന കോഴികളാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന കോഴികൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, അതായത് ഒരു പേടിച്ചിട്ട്, ഈ പൂച്ചനെ പേടിച്ചിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മേനെ ചൂജോക്കോ പക്കടുക്കർ ജൽ മുർഗിയോക്കോ ദിയ, അതായത് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് നീർപക്ഷികൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ജൽ മുർഗിയോക്കോ ബി ഗിൻതി ആത്തേ, അതായത് നീർക്കോഴികൾക്ക് എന്താ പറയുക എണ്ണാനും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. മുർഗിയ നദിക്ക് തറഫ് ദോട് പടി, അതായത് ജലപക്ഷികൾ എന്താ പറയുക, ജലപക്ഷികൾ പറഞ്ഞാൽ തന്നെ കോഴികളായിട്ട് ഉദ്ദേശിക്കുന്നത്. കുളത്തിലുണ്ടാണ് കുളക്കോഴികൾ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്, ഇതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്ത് നദിയിലേക്ക് തന്നെ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. നമുക്ക് ഇത് വെച്ചിട്ട് ഡയറി എഴുതാം. അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുത്തത്? ഫെബ്രുവരി പറഞ്ഞാൽ എന്താ? ഫെബ്രുവരി 15 എന്താ? ഫെബ്രുവരി 15 ഫെബ്രുവരി 15 പറയുന്നത് കേട്ടോ. പിന്നെന്താ മംഗൾവാർ പറഞ്ഞാൽ ചൊവ്വാഴ്ചക്കാണ് മംഗൾവാർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡയറിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിരിക്കണം കേട്ടോ. അത് നമുക്ക് നോക്കാം. ആജ് ജൽമുർഗിയ ഫിർസെ ആയി, അതായത് ഇന്നും വീണ്ടും നീർക്കോഴി വന്നു. നീർക്കോഴി പറഞ്ഞാൽ കടൽ എന്താ പറയുക, കുളത്തിലൊക്കെ ഉണ്ടാകുന്ന കുളക്കോഴി, കടൽക്കോഴി എന്നോ എന്നൊക്കെ പറയും, അതിനാണ് പറയുന്നത് കേട്ടോ. സുബഹ് ഹോത്തേഹി ഉൻക ഷോർ സുനായി ദേനേലക, അതായത് നേരം പുലർന്നപ്പോൾ തന്നെ അവരുടെ ബഹളം കേൾക്കാൻ തുടങ്ങി. മേനെ ദേക്കാക്കി വേ അപ്പിനെ ചൂജോക്കോ ഡൂണ്ട് രഹീത്തി, അതായത് അവർ ഞങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെ എന്താ പറയുക തിരയുന്നത് ഞാൻ കണ്ട്. ഓക്കെ. ജൂജെ ഡർക്കെ ഫിർസെ ഗർമെ ഗുസായത്തെ, അതായത് കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് വീണ്ടും ഞങ്ങളെ വീട്ടിലേക്ക് കയറി എന്നാണ് പറയുന്നത്. ജൽ മുർഗിയ ബഹുത്ത് ഹോഷിയാൽ തി, അതായത് നീർക്കോഴികൾ എന്താ വളരെ നല്ല മിടുക്കരായിരുന്നു. വേ ഗിൻതി ബി കർ സക്തി തി, അതായത് അവർക്ക് എണ്ണാൻ പോലും കഴിയുമായിരുന്നു. ജേസേഹി ഉനെ അപ്പിനെ ചൂഞ്ചെ മിൽക്കയെ, അവരുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കിട്ടിയ ഉടൻ വേ ഖുഷി നദിക്ക് തറഫ്
തോട് പടി. അവർ സന്തോഷത്തോടെ നദിയുടെ അടുത്തേക്ക് ഓടി. അതായത് അവരുടെ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, അവർ സന്തോഷത്തോടെ നദിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു മോഡലായിട്ടുള്ള ഡയറി കേട്ടോ ഇവിടെ എഴുതിയത്. ഗതിവിധി 6. ഗതിവിധി 6 എന്താ പറയണത്? സൂചന. നീച്ചെ ദിയെ കൊസ്തെക്സെ രംഗോക്കെ നാം ചുൻകർ താലികാമേ ലിഖെ. അതായത് താഴെ കൊടുത്തിട്ടുള്ള ഇതിനനുസരിച്ച് എന്താ പറയുക, ഇവിടെ താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ എന്താ കളറിൻ്റെ പേര് കൊടുത്തല്ലോ, അത് എന്താ പറയുക, ഈ താഴത്തേൽ ഏതിൻ്റെയൊക്കെ കളറാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹിന്ദി വേർഡ് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏതാ ഫസ്റ്റ് കൊടുത്തത്? ഏതാ ഇതിൽ ഫസ്റ്റത്തിന് ആൻസർ ആയിട്ട് ഏതാ വരിക? അഞ്ചാമത്തെ ഓപ്ഷൻ നോക്ക്. ബൂര. ബൂര പറഞ്ഞാൽ എന്താ, മറ്റേ ഒരു കാപ്പി, ഒരു തവിട്ടിൻ്റെ ഒക്കെ നിറല്ലേ, അതിനാണ് ബൂര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ എന്താ? രണ്ടാമത്തെ ഒരു ഫിഷിനെ കളിക്കുക. ഫിഷിന് എന്താ പറയുക, കളർ ഏതാ? മഞ്ഞല്ലേ. അപ്പോൾ ഇതിലേതാ? മഞ്ഞൻ്റെ ഹിന്ദി വേർഡ് ഏതാ വരുന്നത്? മഞ്ഞൻ്റെ ഹിന്ദി വേർഡ് പറയുന്നത് നാലാമത്തെ ലൈൻ കണ്ടോ, പീല എന്ന് കണ്ടോ, അതാണ് മഞ്ഞ എന്ന് പറയുന്നത് കേട്ടോ. മഞ്ഞൻ്റെ ഹിന്ദി വേർഡാണ് പീല. ഓക്കെ, ഇനി നമുക്ക് എന്താ തത്തനാണ്. തത്തൻ ഹിന്ദി വേർഡ് തോത്താന്നല്ലേ. അപ്പോൾ തത്തന് നടന്ന പച്ച. അപ്പോൾ പച്ചൻ്റെ ഹിന്ദി വേർഡ് ഏതാ? പച്ചൻ്റെ ഹിന്ദി വേർഡ് ഏതാ വരിക? ലാസ്റ്റത്തെ ഓപ്ഷൻ കണ്ടോ, ഹരാന്ന് കണ്ടോ, അതാണ് പച്ചൻ്റെ ഹിന്ദി വേർഡ് കേട്ടോ. അതാണ് ഈ തത്തൻ്റെ നേരെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി റോസിൻ്റെ അവിടെ ഏതാ? റോസിന് നിറ ഏതാ? ചുവപ്പില്ലേ. അപ്പോൾ ചുവപ്പിൻ്റെ ഹിന്ദി വേർഡ് ഏതാ? ചുവപ്പിൻ്റെ ഹിന്ദി വേർഡ് ലാൽ കണ്ടോ. മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, അതാണ് ചുവപ്പിൻ്റെ ഹിന്ദി വേർഡ് കേട്ടോ. ഇനി എന്താ പറയുക, ലാസ്റ്റ് കാക്കയാണല്ലേ. കാക്കൻ്റെ എന്താ പറയുക, നിറ ഏതാ? കറുപ്പില്ലേ. കറുപ്പിൻ്റെ ഹിന്ദി വേർഡ് ഏതാ വരിക? കറുപ്പിൻ്റെ അതിനെ കാലല്ലേ. കാല എന്നല്ല കറുപ്പ് പറഞ്ഞത്. ഓക്കെ, കാല. ഓക്കെ, ഇതിൽ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് എന്താ പറയുക ഉള്ളത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.